ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം തിരുവാതിര ഞാറ്റുവേലയൊക്കെ ആയിരുന്നില്ലേ? തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ നട്ട് കഴിഞ്ഞു കുരുമുളകൊക്കെ. ഇവിടെ കവുങ്ങിലൊക്കെ ഇതൊക്കെ ഒരു 2 കൊല്ലം മുന്നേ ഉണ്ടായതാണ് കേട്ടോ. ഇതിലൊക്കെ ഏകദേശം തിരിയിടാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കവുങ്ങിൽ ഇതേപോലെ വെച്ചത് പിടിക്കാതെ ഉണ്ടായിരുന്നു കുരുമുളക്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഈ കുരുമുളക് വെച്ചത്. തൈകൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടാലോ? അപ്പോൾ ഇതേ നമ്മൾ വെച്ച ഒരു തൈയാണ് കേട്ടോ ഇതിൽ 3 തൈകളുണ്ട് കേട്ടോ. അതേപോലെ 3-4 തൈകൾ വീതാണ് കേട്ടോ. നമ്മൾ ഓരോന്നിലും വെച്ചെടുത്ത് ഇത് കവുങ്ങിൽ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ഇതിലുണ്ട് 3 തൈകൾ അതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് മുന്നേ വെച്ചത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടാനാണ്. ഒന്ന് കാണിച്ചു കൊടുത്താൽ അപ്പോൾ റംബൂട്ടാൻ്റെ കുരു മാത്രമേ ഉണ്ടാവും. അതെ കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. റംബൂട്ടാൻ നല്ല വലിപ്പം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരം ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറായോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഓ, അപ്പോൾ നമ്മൾ വെച്ച വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ കുരുമുളക് വെക്കാനുള്ള കുഴിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. നീളത്തിൽ കുറച്ച് ആഴത്തിലാണ് കുഴി എടുത്തിട്ടിരിക്കുന്നത്. വളമൊക്കെ ഇട്ടിട്ട് വേണ്ട വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുറച്ച് നീളത്തിൽ കുറച്ച് ആഴത്തിലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കുരുമുളക്. ഇതിലൊരു 85 തൈകളോളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തൈകളായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു തൈകൾ. അപ്പോൾ അതാണ് നമ്മൾ വെക്കണത്. അപ്പോൾ നമ്മൾ മുന്നേ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ വള്ളികളിലൊക്കെ തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറച്ചൊക്കെ തിരിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലാത്തതിലൊക്കെ. അപ്പോൾ അതേ നമ്മളിവിടെ കുഴിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ ഇതായിട്ടാണ് ഇരിക്കണത് മണ്ണ്. അപ്പോൾ നനഞ്ഞിട്ട് മണ്ണൊന്നും കൈക്കൂട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. നല്ല ചേറ് പോലെയായിരുന്നു കേട്ടോ മണ്ണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കുഴിയിൽ ആദ്യം ഇടുന്ന വളം. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി അങ്ങനെയുള്ള ജൈവവളങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറേ തരം ജൈവവളങ്ങളുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ട് വേരൊക്കെ പിടിക്കാനുള്ള ഒരു സംഭവം കൂടി നമ്മൾ അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഈ വളമൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയതിന് ശേഷമാണ് പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു വളം നമ്മൾ ചേർക്കണത്, പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വളമൊക്കെ കൊടുത്താലും കുഴപ്പമില്ല, അത് വാടിപ്പോകുന്നില്ല. നല്ല മഴ പെയ്ത് മണ്ണ് നനഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്ത് ഇപ്പോൾ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനാകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വള്ളികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ തന്നെയാണ് വളമൊക്കെ ഇട്ട് അതൊക്കെ പാകത്തിനുള്ള വളമൊക്കെ ഇട്ട് അതൊക്കെ കുത്തി ഇളക്കി. അതുപോലെ തൈയൊക്കെ ശരിക്കും വെക്കണതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ തൈ കിളച്ച് കൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വെക്കേണ്ട രീതിയിൽ തന്നെ വെക്കണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ പെട്ടെന്ന്. അല്ലെങ്കിൽ ഇത് മുരടിച്ച പോലെയൊക്കെ ആകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് വേര് പിടിക്കാനുള്ള വളമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേൽ കൂടെയാണ് കേട്ടോ നമ്മളിനി വള്ളി വെക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ തെയ്യ് വെക്കാൻ പോവുകയാണ്. ഒരു കുഴിയിൽ തന്നെ നമ്മൾ 2-3 അല്ലെങ്കിൽ 4 വെക്കുന്നുണ്ട് കേട്ടോ. നല്ല തൈകൾ നോക്കിയിട്ട് 3 അല്ലെങ്കിൽ 4 വെക്കും. അപ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടാതെ അത് കട്ട് ചെയ്തെടുത്ത് അതേ ആ മണ്ണൊന്നും ഇളകാതെ വേണം അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തന്നെ നമ്മുടെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മഴ ഏകദേശം അന്ന് പെയ്ത മഴകളൊക്കെ ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ് വരുന്നത്. മഴ ചാറാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.